ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിലെ എൻ്റെ പുതിയ കിച്ചൻ്റെ പണികളും മൊത്തത്തിൽ തീർന്നിട്ടുണ്ട്. ഇനിയിപ്പം ക്ലീനിങ് ആണ്. അതിന് മുമ്പായിട്ടില്ലേ എൻ്റെ കിച്ചണിൽ ഈ ഒരു കിച്ചണ് ഒന്ന് ഡീപ്പായിട്ട് ക്ലീൻ ആക്കണം. എന്നിട്ട് ഈ കിച്ചണിൽ എനിക്ക് അപ്പുറത്തെ കിച്ചണിലേക്ക് മാറ്റേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് മാറ്റി വെക്കണം. അപ്പം ഇല്ലേ ഇന്ന് ഞാൻ രാവിലെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇഡ്ഡലി മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ഇത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്തിനാ ഇത്രയും ഇഡ്ഡലി മാവ് അരച്ച് വെക്കുന്നത്? ഇത് പകുതി ഞാൻ ഉമ്മാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഉമ്മ ഇഡ്ഡലി മാവിന് അരക്കുകയാണെന്നുണ്ടെങ്കിൽ പകുതി എനിക്ക് കൊടുത്തേക്കും. അതുപോലെ ഞാനാന്ന് അരക്കുന്നുണ്ടെങ്കിൽ ഉമ്മാക്ക് കൊടുത്തേക്കും. ഇതിങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തെ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കാം, പിറ്റേ ദിവസം മസാല ദോശ ഉണ്ടാക്കാം, പിറ്റേ ദിവസം തട്ട് ദോശ, ഇങ്ങനെ ചീസ് ദോശ എല്ലാ ഐറ്റംസും ഉണ്ടാക്കാമല്ലോ. ബ്രേക്ക്ഫാസ്റ്റിന് എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിച്ചിട്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം തന്നെ അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലുണ്ട്. പിന്നെ തലേദിവസം ആണെന്നുണ്ടെങ്കിൽ ഞാനില്ലേ സാമ്പാറും ഉണ്ടാക്കിയിട്ടുണ്ട്. തലേദിവസം സാമ്പാർ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം വൈകുന്നേരം ഞാൻ ഇതുപോലെ ഇഡ്ഡലി മാവിന് കുതിർത്ത് വെക്കും. എന്നിട്ട് രാത്രി അരച്ച് വെക്കും, പിറ്റേ ദിവസം ഇഡ്ഡലി ഉണ്ടാക്കും. അങ്ങനെയാണ്. പിന്നെ ഞാൻ ഇഡ്ഡലി മാവ് അരക്കുന്നതൊന്നും കാണിക്കുന്നില്ല. കാര്യം ഞാൻ മുന്നേ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇർഫാന ഷംഷീർ ഇഡ്ഡലി റെസിപ്പിന്നോ അല്ലാന്നുണ്ടെങ്കിൽ മസാല ദോശ റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 2 ബോക്സിലാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളത് ഉമ്മാക്കും കൊടുത്ത് പിന്നെ ഇന്ന് ഇഡ്ഡലി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെന്താ ഞാനില്ലേ എൻ്റെ പുതിയ കിച്ചൻ്റെ വീഡിയോ ചെയ്യാൻ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിന്. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ ബിസിനസ് പർച്ചേസിങ്ങിന് പോയി, അങ്ങനെയെല്ലാം കുറച്ച് തിരക്കായി. അതെല്ലാം ആയതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യാത്ത. കാര്യമില്ലേ മൊത്തം ക്ലീൻ ചെയ്യണ്ടേ, പണിക്കാർ പോയി കഴിഞ്ഞാലും പൊടിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് വേണ്ടേ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കാൻ വേണ്ടിക്ക്. അതുകൊണ്ടാണ് ഇന്നലെ ഞാനൊരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. എൻ്റെ പുതിയ കിച്ചൻ്റെ ഒരു അറേബ്യൻ സ്റ്റൈൽ കിച്ചണാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിന്. മാഷാ അല്ലാ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക അടിപൊളി കിച്ചണാണ് കേട്ടോ. നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. എയറൂം ഇൻറ്റീരിയേഴ്സ് എന്താ പറയുക ഒരുപാട് പേര് അവിടുന്ന് എന്താ പറയുക കിച്ചൺ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ട് പറയലുണ്ട് ഞങ്ങളെ സ്ഥാപനത്തിൽ നിന്ന് തന്നെ നമ്മൾ കിച്ചൺ ചെയ്തിട്ടുണ്ട്, അടിപൊളിയാണ്, ഒന്ന് കാണാൻ വരുമോയെന്നെല്ലാം ചോദിക്കലുണ്ട്. പിക്സെല്ലാം അയച്ചിരുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഇപ്പോൾ ഉള്ള കിച്ചൺ പോലത്തെ കിച്ചൺ ഒരുപാട് കിച്ചൺ വന്നിട്ടുണ്ടായിന് കേട്ടോ. അന്നേരം ഞാൻ വിചാരിച്ചതാണ് പുതിയ കിച്ചണ് നമ്മൾ നാട്ടിൽ എവിടെയും കാണാത്തൊരു സ്റ്റൈൽ കിച്ചൺ ആയിരിക്കണം. അങ്ങനെ തോന്നിയതാണ് അറേബ്യൻ കിച്ചൺ ചെയ്യാന്ന്. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഞാൻ എന്താണോ പറഞ്ഞത് അതുപോലെ തന്നെ അവരെനിക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. എടുക്കുന്ന സമയം തന്നെ നമ്മൾ തറ കിട്ടൂലേ, ആ ഒരു ടൈം തന്നെ ഇവരെ കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. എന്നാലാണ് ഇത് കറക്റ്റായിട്ട് അയർലൻഡ് എന്താ പറയുക കിച്ചണ് കുറച്ച് നല്ല സ്പേസുള്ള കിച്ചൺ ആകുമ്പോൾ അയർലൻഡ് ചെയ്യാൻ കഴിയുക. വലിയ കിച്ചണെല്ലാം ആകുമ്പോൾ ഈ ഒരു ടൈപ്പിൽ കിച്ചൺ ചെയ്യാൻ പറ്റുക. അപ്പം ഇതാ ഞാനില്ലേ സാമ്പാർ തലേദിവസം ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടില്ലേ, ഇനിയിപ്പം കുറച്ചെടുത്തിട്ട് അത് ചൂടാക്കണം. എന്നിട്ട് ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പിന്നെ ചട്നി ഒന്നും ഉണ്ടാക്കുന്നില്ല. കാര്യം ഇന്ന് എനിക്ക് കുറേ പണിയുണ്ട്. ഡീപ്പ് ക്ലീനിങ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കിച്ചണ്. അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ പണിയില്ലല്ലോ. പിന്നെ സാമ്പാറുണ്ട്, ഉച്ചയ്ക്ക് എന്തെങ്കിലും ചപ്പാത്തി കാര്യങ്ങളും മതി. അങ്ങനെ പിന്നില്ലേ അധികം ആൾക്കാരും വിചാരിക്കുന്നതാണ് വീട് മൊത്തത്തിൽ എന്താ പറയുക സ്ട്രക്ചറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് കിച്ചണിൻ്റെ കാര്യങ്ങൾ ചിന്തിക്കാമെന്ന്. പക്ഷേ ഇതുപോലത്തെ കിച്ചണെല്ലാം നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിലേ ഒരു അയർലൻഡ് ടൈപ്പ് കിച്ചണെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന ടൈം തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ കൂടുതൽ നല്ലത്. പിന്നെ നിങ്ങൾക്ക് വിശ്വസിച്ചിട്ട് അവരെ കോണ്ടാക്ട് ചെയ്യാം. നമ്മളെ സ്ഥാപനം തന്നെയാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം എയറൂം ഇൻറ്റീരിയേഴ്സിനെ കുറിച്ചിട്ട് എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കിച്ചണും എൻ്റെ വീടും കാര്യങ്ങളെല്ലാം അവിടെ നിന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം മാഷാ അല്ലാ നമ്മളെ നാട്ടിൽ അധികം ആൾക്കാരും നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് കേട്ടോ കിച്ചണും കാര്യങ്ങളെല്ലാം ചെയ്യൽ. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഇർഫാനെ വീഡിയോ കണ്ടിട്ട് വന്നതാണെന്നെല്ലാം പറയലുണ്ട് കുറേ ആൾക്കാർ. താങ്ക് യു സോ മച്ച് നിങ്ങളെ സപ്പോർട്ടിനും സ്നേഹത്തിനും. പിന്നെ ഭയങ്കര കോമഡി ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കില്ലേ അധികം സംസാരിക്കലെല്ലാം കുറവാണ്. അപ്പോൾ ഇക്കാൻ്റെ വണ്ടി എവിടെയെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെടുന്ന കുറേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ഇക്കാനോട് സംസാരിക്കും. ഇർഫാന ഷംഷീറിൻ്റെ ഹസ്ബൻഡ് അല്ലേ, വീഡിയോസ് കാണലുണ്ടെന്നെല്ലാം പറഞ്ഞിട്ട് സ്വന്തം ഒരു ബ്രദറിനോടെല്ലാം സംസാരിക്കുന്ന പോലെ അത്രയും അടുത്ത് നിന്നിട്ടെല്ലാം സംസാരിക്കും. ഇക്ക വന്നിട്ട് എന്നോട് പറയും എടാ ഇങ്ങനെ സംഭവിച്ചിരുന്നല്ലോ. അതുപോലെ തന്നെയല്ലേ എന്താ പറയുക
ഞാൻ പെട്ടെന്ന് നെട്ടിപ്പോയിന്. ഇങ്ങനെ അരുവത്തേക്ക് വന്നിട്ട് ഇങ്ങനെ അടുത്ത് നിന്നിട്ടല്ലേ സംസാരിക്കുമ്പം പിന്നെ ഞാൻ മനസ്സിലാക്കി നിന്നോടുള്ള ആ ഒരു ഇഷ്ടമെന്ന് നമ്മളോട് കാണിക്കുന്നതെന്ന്. അതുപോലെ മുഹമ്മദിനെ കണ്ടാലും ഉമ്മാനും ഉപ്പാനും കണ്ടാലും ഇപ്പം ഉമ്മിയും മക്കളെല്ലാം അടങ്ങി പോയി കഴിഞ്ഞാൽ എല്ലാം അരുവത്തേക്ക് വന്ന് സംസാരിക്കാനും കൈപിടിക്കാനും ചിലരെല്ലാം ഹഗ് ചെയ്യും എല്ലാം ചെയ്യും കേട്ടോ. ഭയങ്കര സ്നേഹമൊന്നും മാഷാ അല്ലാ. അതെല്ലാം കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ഇത്രയും കാലം വർക്ക് ചെയ്തതിൽ എഫേർട്ട് ഇട്ട് ഇതിലെല്ലാം ഇത്രയും നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാമെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് മാഷാ അല്ലാ. നിങ്ങൾ എപ്പോഴും വീഡിയോ ചെയ്യാനെല്ലാം പറയലുണ്ട്. ഇപ്പം എല്ലാം കുറച്ച് തിരക്കല്ലായതുകൊണ്ടാണ് ഞാൻ അധികവും പറയലില്ലേ വീഡിയോ ചെയ്യും കൃത്യമായിട്ട് ചെയ്യും എന്നല്ല. ഇൻഷാ അല്ലാ പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇനി മുതൽ അങ്ങോട്ടില്ലേ ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ കൃത്യമായിട്ട് ചെയ്യും കേട്ടോ. പിന്നില്ലേ ഞാൻ അധികം പാത്രത്തിൻ്റെ റിവ്യൂവും കാര്യങ്ങളെല്ലാം ചെയ്യലില്ലേ. ചിലരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇവളെന്തിനാ ഇത്രയും പാത്രങ്ങൾ കാണിക്കുന്നത്. ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ലല്ലോ. ഇതിൽ നമ്മൾ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് നമ്മൾ വർക്കിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് അയച്ചു തരുന്ന കുറച്ച് പ്രൊഡക്റ്റാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നത്. അതിനനുസരിച്ച് അവർക്ക് ബെനിഫിറ്റ്സ് ഉണ്ടാവും, അതിനനുസരിച്ച് നമുക്ക് അവർ പേയ്മെൻറ്റും ചെയ്തു തരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഓരോ പാത്രങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അല്ലാണ്ട് അനക്ക് കാണിച്ചു തരണമെന്ന് വിചാരിച്ചിട്ടല്ല കേട്ടോ. ചിലരെങ്കിലും തെറ്റിദ്ധരിക്കും. നമ്മളിപ്പോൾ ഒരു യൂട്യൂബിൽ വർക്ക് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ 4 വർഷത്തോളമായി അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഇവിടം വരെ എത്തിയ. ഒരു എന്താ പറയുക 0 സബ്സ്ക്രൈബേഴ്സിൽ നിന്നും അല്ലാണ്ട് എന്താ പറയുക ഞാനൊന്നും ഇതുവരെ ഒരാൾക്ക് പൈസ കൊടുത്തിട്ട് റീച്ചാക്കുക അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ എല്ലാം പാർട്ടി വ്ളോഗ്, എൻ്റെ കുറേ പാർട്ടി വ്ളോഗിലാണ് എൻ്റെ ചാനൽ റീച്ചായ. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും ഓരോ വീഡിയോസും ആ കുക്കിംഗ് ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ അധികം ആൾക്കാർക്കും വിഷമമുള്ള കാര്യമാണ് പാത്രങ്ങൾ കഴുകുക. പക്ഷേ അതുപോലെ തന്നെ അതെല്ലാം ചെയ്ത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടാണ് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് നിങ്ങളിലേക്ക് ഓരോ വീഡിയോസും എത്തുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്നോട് അധികം ഈ പ്രൊമോഷൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ വിളിക്കുന്നവർ എന്നോട് പറയലുണ്ട് നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് കുറച്ച് ക്വാളിറ്റിയിലെ സബ്സ്ക്രൈബേഴ്സാണ്. അന്നേരം ഭയങ്കര സന്തോഷം തോന്നലുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരോ ആൾക്കാരും ഓരോരോ രീതിയിലായിരിക്കും വീഡിയോസ് ചെയ്യുന്നത്. അപ്പം ഇല്ലേ ഓരോരോ ടൈപ്പിൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. ഇപ്പോൾ കുക്കിംഗ് വ്ളോഗ്സ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന, ക്ലീനിങ് കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും. കപ്പിൾ വ്ളോഗ്സ് കാണുന്നവരുണ്ടാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ചലഞ്ചിങ് വീഡിയോസ് മാത്രം കാണുന്നവരുണ്ടാവും. അപ്പം നമ്മൾ ആദ്യം എന്താണോ ചെയ്ത് അങ്ങനത്തെ ഒരു കൂട്ടം സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും നമുക്ക് കയറാം. ഇപ്പം എൻ്റെതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ വീട്ടമ്മമാരാണ്. അതുപോലെ തന്നെ ഈ പാർട്ടി വ്ളോഗും കുക്കിങ്ങും പാത്രങ്ങളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കുറേ പാത്രങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് കുറേ ബ്രാൻഡെല്ലാം അയച്ചു തരുന്നുണ്ട്. അവർ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എന്താ പറയുക ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് മൂലം നിങ്ങൾക്ക് അവിടെ നിന്ന് ഷോപ്പ് ചെയ്യുക, അവർക്കും ഉപകാരം ഉണ്ടാവും. പിന്നെ അവർ അതിനനുസരിച്ച് എനിക്ക് പേയ്മെൻറ്റ് ചെയ്തു തരുകയും ചെയ്യും കേട്ടോ. പിന്നെ എൻ്റെ ചാനൽ ആദ്യം തുടങ്ങിയവരൊന്നും ഞാൻ തന്നെ വാങ്ങുന്ന പാത്രങ്ങളെല്ലാം പക്ഷേ ഇപ്പോൾ 2 വർഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്ന പാത്രങ്ങളെല്ലാം എനിക്ക് ഫ്രീ ആയിട്ട് ഏതെങ്കിലും ഒരു ബ്രാൻഡ് നല്ലൊരു ബ്രാൻഡിലായിരിക്കും അവരെനിക്ക് അയച്ചു തരുന്നതാണ്. അതിൻ്റെ പേയ്മെൻറ്റ് അവരെനിക്ക് ചെയ്തു തരും. അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റും എനിക്ക് അയച്ചു തരും. അങ്ങനെയാണ് കേട്ടോ. ഇപ്പം ഇതൊന്നും അറിയാത്ത ആരും ഉണ്ടാവില്ല. എന്നാലും അറിയാത്തവരായിരിക്കും ചിലരെങ്കിലും. അറിയാത്തവരിങ്ങനെ ചിന്തിക്കും ഇവളെന്താ വെറും പാത്രങ്ങൾ കാണിക്കുന്നതെന്ന്. ഇതെൻ്റെ ജോലിൻ്റെ ഭാഗമായതുകൊണ്ട് കാണിക്കുന്നതാണ്, അല്ലാണ്ട് എനിക്ക് പാത്രങ്ങൾ കാണിക്കുന്നൊന്നുമല്ല കേട്ടോ. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിക്ക് പറഞ്ഞതാണ്. അതിനിടയിലല്ലേ ഞാൻ ഇഡ്ഡലിയെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. രാവിലെ നല്ല ചൂട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയും കട്ടൻ ചായ എല്ലാം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റി അല്ലേ. അപ്പം അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇഡ്ഡലി മാവ് അരച്ച് വെച്ചാൽ തന്നെ നമുക്ക് പിറ്റേ ദിവസവും അതിൻ്റെ അപ്പുറം ഭയങ്കര സമാധാനമായിട്ടാണ് തോന്നൽ. കാര്യം പല ടൈപ്പിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. ഇനിയിപ്പോൾ ഇതാ ചായക്കും കൂടി ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. എന്നിട്ട് കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയെടുക്കലാണ്. എൻ്റെ ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ അപ്പുറത്തെ കിച്ചണിലേക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഒന്നും എന്താ പറയുക കളിയാക്കിയിട്ട് അപ്പുറം കൊണ്ടേക്കാം. അതുപോലെ തന്നെ ഈ കിച്ചണൊന്ന് ക്ലീൻ ആക്കിയെടുക്കാം.
പിന്നില്ലേ ഞാൻ ഭയങ്കര ആഗ്രഹിച്ചിട്ടെടുത്ത കിച്ചണാണ് കേട്ടോ മറ്റേ കിച്ചണ്. കാര്യം എനിക്ക് വീഡിയോസ് ചെയ്യുമ്പം കുക്കിംഗ് വ്ളോഗെല്ലാം പ്രത്യേകിച്ച് ചെയ്യുമ്പം നല്ല അടിപൊളിയായിട്ട് പ്രസൻറ്റ് ചെയ്യുക കാര്യങ്ങളെല്ലാം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം വേണം. അപ്പോൾ ഈ കിച്ചണിൽ കുറച്ച് ലൈറ്റും കാര്യങ്ങളെല്ലാം കുറവാണ്. അതുകൊണ്ട് തന്നെ അപ്പുറത്തെ കിച്ചണിൽ ഞാൻ നല്ല ലൈറ്റും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ ഇന്നലെ ഞാൻ വീഡിയോ ചെയ്തിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിന് ആ പാത്രങ്ങൾ നാട്ടിലേക്ക് എത്തിച്ചേരുമോ, നാട്ടിലുള്ളവർക്ക് എങ്ങനെയാണ് വാങ്ങാൻ കഴിയാമെന്നെല്ലാം. പിന്നില്ലേ ഞാൻ ഇൻസ്റ്റയിൽ ഡെയിലി സ്റ്റോറി ഇടും കേട്ടോ എൻ്റെ വീട്ടിലെ പാത്രങ്ങളെല്ലാം. നിങ്ങൾ ചെക്ക് ചെയ്തോ, പാത്രങ്ങളുടെ ലിങ്കെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്തോ. ഇപ്പം നല്ല ഓഫർ അടക്കുന്നുണ്ട് കേട്ടോ, ചെറിയ പ്രൈസിനാണ്. അതുപോലെ തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരെങ്കിലും നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് ഓർഡർ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമ്മൾ ഗൾഫിൽ ആരെങ്കിലും ഉണ്ടാവില്ലേ, അവരുടെ അഡ്രസ്സ് കൊടുത്താൽ മതി. അന്നേരം അവരോട് കുറച്ച് അധികം ഐറ്റംസ് എല്ലാം ആകുമ്പം പാർസൽ ചെയ്യാൻ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ തന്നെയാണ് ചെയ്യുക. എൻ്റെ ബ്രദറിൻ്റെ അഡ്രസ്സ് ഞാൻ കൊടുക്കും. ഇവിടുന്ന് ഞാൻ ഓരോ കാര്യങ്ങൾ ഓർഡർ ചെയ്യും, എന്നിട്ട് എൻ്റെ ബ്രദറിൻ്റെ അഡ്രസ്സ് കൊടുക്കും. അവിടുന്ന് അവന് പാർസലിൻ്റെ ടീമെല്ലാം ഉണ്ടാവില്ലേ, അവരോട് പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു ദിവസത്തെ പണിയെല്ലാം ഉണ്ടാവും. നമ്മൾ കുറേ ഐറ്റംസ് എല്ലാം ആകുമ്പോൾ പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റും. അങ്ങനെ ചെയ്തു കേട്ടോ, അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനിയിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒക്കെ പോയി. മക്കളും 3 ഇല്ല കേട്ടോ, ഉമ്മാൻ്റെ വീട്ടിലാണെന്നുള്ളത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിന്, ഉമ്മാൻ്റെ വീട് വന്നു കഴിഞ്ഞാൽ അവർ അവിടെ തന്നെ ആയിരിക്കും ഉണ്ടാവാന്ന്. പിന്നെന്താ, ഞാനില്ലേ ഈ ഭാഗം മൊത്തം ക്ലീൻ ആക്കി എടുക്കലാന്ന്. ഞാൻ കുറേ ആയി കിച്ചൺ അങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട്. കഴിഞ്ഞ മാസം എങ്ങാനും ഞാൻ ചെയ്തതാണ്, പിന്നെ ഞാൻ ക്ലീൻ ചെയ്തിട്ടേ ഇല്ലാന്നുണ്ടെങ്കിൽ ഇടയിലിടയിൽ ഞാൻ അങ്ങനെ ക്ലീൻ ആക്കലുണ്ട്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ക്ലീൻ ആക്കാൻ എനിക്ക് ടൈമും ഉണ്ടായിട്ടില്ല, എന്തെല്ലോ തിരക്കിലെല്ലാം ആയിപ്പോയി. ഇനിയിപ്പോൾ ഇതെല്ലാം മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുക്കലാണ്. നമ്മൾ ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് പെട്ടെന്ന് ഈർപ്പം കെട്ടി നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പൂപ്പലും കാര്യങ്ങളെല്ലാം വരും. അപ്പോൾ അധികം ഐറ്റംസ് ഞാൻ ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെ പയർ എന്താ പറയുക, കടല, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കൽ. ഞാനിപ്പില്ലേ ആ ഒരു സെക്ഷൻ, ആ ഒരു ട്രോളി യൂണിറ്റില്ലേ, അതൊന്ന് ക്ലീൻ ആക്കി എടുക്കലാണ്. അവിടെയാണ് ഞാൻ വാങ്ങിയ ഐറ്റംസ് എല്ലാം അങ്ങനെ പാക്കറ്റോടുകൂടി വെക്കൽ. ഒരു കിച്ചണിൽ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളും വലിയ കിച്ചണാണ്. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ മൊത്തത്തിൽ ക്ലീൻ ആക്കാമെന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ഈ ഒരു ഭാഗം മാത്രം ഇന്ന് ക്ലീൻ ആക്കലാണ്. പിന്നില്ലേ ഞാൻ ഇങ്ങനെ വിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ബട്ടർ പേപ്പറില്ലേ, അതാണ് കേട്ടോ വിരിച്ചു കൊടുക്കൽ. കാണാൻ നല്ല ഭംഗിയുണ്ടാവും. എന്താ പറയുക, ഇങ്ങനെ വിരിക്കാത്തവരിങ്ങനെ വിരിച്ചു നോക്ക്. ഇങ്ങനെ വിരിക്കുന്ന കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. പക്ഷേ ഞാൻ എളുപ്പത്തിന് വേണ്ടിക്ക് ഇതാണ് വാങ്ങൽ. ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പൊടിയും കാര്യങ്ങളെല്ലാം വന്നു കഴിഞ്ഞാൽ വേറെ മാറ്റി ഇരിക്കാമല്ലോ. അങ്ങനെ ഞാനൊരു നനഞ്ഞ തുണി വെച്ചിട്ട് മൊത്തത്തിലൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. ഞാൻ മൊത്തത്തിൽ വലിച്ചു വാരി ഇടുന്നില്ല കേട്ടോ, ഓരോരോ ഭാഗങ്ങൾ അങ്ങനെ ക്ലീനാക്കി പോലാണ്. കാര്യം ഞാനിപ്പം മൊത്തത്തിലെല്ലാം കബോർഡൊന്ന് എന്താ പറയുക പുറത്തെടുത്ത് വെച്ച് ക്ലീൻ ആക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് മടി വരാം. അല്ലാന്നുണ്ടെങ്കിൽ ക്ഷീണമായിട്ട് തോന്നുക. ആരെങ്കിലും ഗസ്റ്റ് എല്ലാം വന്നു കഴിഞ്ഞാലല്ലേ കിച്ചൺ മൊത്തം വലിച്ചു വാരിയ അവസ്ഥയിലായി പോകും. അതുകൊണ്ട് തന്നെ ഓരോരോ സെക്ഷനായിട്ട് ഈ ഒരു ട്രോളി യൂണിറ്റിൽ തന്നെ ഓരോ സെക്ഷനായിട്ടാണ് കേട്ടോ ഞാൻ ക്ലീൻ ആക്കി എടുക്കുന്നത്. ഒരു ഭാഗം തുടച്ച് എന്നിട്ട് അത് വിരിച്ച് ബട്ടർ പേപ്പർ വിരിച്ച് അതൊന്ന് സെറ്റാക്കിയിട്ടാണ് ബാക്കിയുള്ളത് ചെയ്യുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ പണിയും ഈസിയാവും. ഇടയിൽ നമുക്ക് മടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ പണി നിർത്തിയിട്ട് അങ്ങ് പോവുകയും ചെയ്യാം. അങ്ങനെ നമ്മൾ വീടെല്ലാം ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. മൊത്തത്തിലെല്ലാം വലിച്ചു വാരിയിട്ട് ക്ലീൻ ചെയ്യുന്നതിലും നല്ലത് ഓരോ ഭാഗങ്ങൾ ഓരോ സെക്ഷനാക്കി മാറ്റി അങ്ങനെ ക്ലീൻ ചെയ്യലാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രെസ്സായിട്ടൊന്നും ഫീൽ ചെയ്യില്ല. എല്ലാ പണിയും വേഗം തീരുകയും ചെയ്യും. ഞാനില്ലേ ഓരോ ഐറ്റംസും എടുത്ത് പുറത്ത് വെച്ച് എന്നിട്ട് ആ ഭാഗങ്ങളെല്ലാം തുടച്ച് പിന്നെ കുറച്ച് ബോട്ടിലും എന്താ പറയുക കാര്യങ്ങളെല്ലാം ഒഴിവാക്കാനുണ്ട്. അങ്ങനെ അതെല്ലാം ഒഴിവാക്കലാണ്.
ഈ ഒരു ട്രോളി യൂണിറ്റ് ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ ഒരു ഐറ്റംസും നമുക്കങ്ങനെ ബോട്ടിലാക്കി വെക്കുകയോ ഒന്നും വേണ്ട. എല്ലാ ഐറ്റംസും ഇങ്ങനെ പാക്കോടെ തന്നെ വെക്കുക. ഭയങ്കര ഉപകാരമായിട്ട് എനിക്ക് തോന്നലുണ്ട്. കാര്യത്തിൽ എല്ലാ ഐറ്റംസും പൊട്ടിച്ച് ബോക്സിലാക്കി അങ്ങനെയൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറെ തന്നെ ഒരു ബോക്സിലാക്കി വെക്കേണ്ട ആവശ്യമില്ല. എല്ലാ ഐറ്റംസും ഇതിൽ നമുക്ക് വെക്കുകയും ചെയ്യാം. അതുപോലെ എന്തെല്ലാം ഐറ്റംസ് തീർന്നെന്നെല്ലാം നമുക്ക് കറക്റ്റ് മനസ്സിലാക്കാനും പറ്റും കേട്ടോ. പിന്നില്ലേ ആ ഒരു പാലട പായസത്തിൻ്റെ പാക്കറ്റാണത്. ഞാനത് ഇടയിൽ ഓണം വന്നിട്ടില്ലേ ആ സമയത്തിൽ എനിക്ക് പാലട പായസം കുടിക്കാൻ ഭയങ്കര കൊതിയായിട്ട് അങ്ങനെ വാങ്ങി നോക്കിയതാണ്. ഉണ്ടാക്കാനില്ല മടിയുണ്ട്. ഞാനങ്ങനെ പാക്കറ്റ് ഐറ്റംസ് അങ്ങനെ വാങ്ങലില്ല. പക്ഷെ ഇതങ്ങനെ വാങ്ങി നോക്കിയതാണ്. പക്ഷെ ഭയങ്കര ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളിയാണ്. വാങ്ങി നോക്കാത്തവർ വാങ്ങി നോക്കിക്കോ. പിന്നെ എന്താ പറയുക, ഞാൻ വാങ്ങുന്ന കുറച്ച് ഐറ്റംസ് എല്ലാം ഒന്ന് കേട്ടോ നിങ്ങളവിടെ കണ്ട് എല്ലാ ഐറ്റംസും കാലിയാക്കി തുടച്ചെടുത്ത് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വിരിച്ചിടലാണ്. പിന്നെ എന്നോട് അധികം ചോദിക്കുന്നതാണ് നാനോ വൈറ്റ് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും മോശമായിട്ട് തോന്നുന്നുണ്ടോ, വൈറ്റ് കൗണ്ടർ ടോപ്പ് മോശമാണോ എന്നെല്ലാം. എനിക്ക് പേഴ്സണലി വൈറ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വൈറ്റ് തന്നെയാണ് കേട്ടോ. എനിക്കിഷ്ടമാണ് വൈറ്റ്. പക്ഷേ സൂക്ഷിച്ചിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ വൈറ്റിൽ നല്ല കറിയും കാര്യങ്ങളും ഉണ്ടാവും. എൻ്റെ പുതിയ കിച്ചണിൽ ഞാൻ വൈറ്റ് ടൈലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. ഇപ്പം ആ ഒരു ടൈപ്പിൽ കൗണ്ടർ ടോപ്പിൽ വെക്കുന്ന ടൈപ്പ് ടൈല് വരുന്നില്ലേ അങ്ങനെ. ഇതിലില്ലേ എന്താ പറയുക, ഞാനോ വൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നല്ലോണം കറിയും കാര്യങ്ങളും പിടിക്കും. പക്ഷേ എൻ്റെ ഇതുവരെ അങ്ങനെ സംഭവിച്ചിട്ടുള്ള കാര്യം അന്നേരം ഞാൻ ക്ലീൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ. പിന്നെ അടുപ്പ് ഏതാ, ഹോബ് ഹുഡ് ഏതാ, ഓവൺ ഏതാന്നെല്ലാം ചോദിക്കലുണ്ട്. ബോഷാണ് കേട്ടോ. അതും നമ്മളെ സ്ഥാപനത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എയർ റൂമിൽ കോൺടാക്റ്റ് ചെയ്യുക. അവിടെ തന്നെയാണ് ഞാനിതെല്ലാം വാങ്ങിയിട്ടുള്ളത്. എന്നോട് ഏത് ബ്രാൻഡാണ് നല്ലതെന്ന് ചോദിക്കലുണ്ട്. പല ബ്രാൻഡും ചെയ്യലുണ്ട്. പക്ഷേ ബോഷ് തന്നെയാണ് കേട്ടോ എനിക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നൽ. കാര്യം നമ്മൾ അടുപ്പെല്ലാം ആകുമ്പില്ലേ തുരുമ്പിടിക്കാനുള്ള ചാൻസ് ഇല്ല ഒരു കമ്പിക്കും കാര്യത്തിനല്ല. പക്ഷേ എനിക്ക് മാഷാഅല്ലാഹ് ഞാനിപ്പം 4-5 വർഷമായില്ലേ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ അങ്ങനത്തെ കംപ്ലൈൻറ്റ് ഇല്ല. പിന്നെ കറക്റ്റ് ടൈം സർവീസും കിട്ടും കേട്ടോ. പിന്നെന്താ, ഇതെല്ലാം തന്നെയാണ് അധികം ആൾക്കാരും ചോദിക്കുന്നതുകൊണ്ടാണ് എന്താ പറയുക ഈ വീഡിയോയിൽ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചാൽ. കിച്ചൺ ഏതായാലും ക്ലീൻ ചെയ്യുന്നതല്ലേ, കാര്യമായിട്ട് എനിക്ക് സംസാരിക്കാനൊന്നുമില്ല. പിന്നെ നിങ്ങൾ ചോദിച്ചതിൽ റിപ്ലൈ തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു സെക്ഷനും മൊത്തത്തിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗങ്ങളാണ്. നല്ലോണം പൊടിയുണ്ടാവും കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, 1 മാസം 1.5 മാസം കഴിയുമ്പം തന്നെ നല്ല പൊടി വന്നിട്ടുണ്ടാവും. അപ്പോൾ ആ പൊടിയും കാര്യങ്ങളെല്ലാം കളയലാണ്. ഈ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈർപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഈ മരത്തിൻ്റെ ഐറ്റംസിനെല്ലാം നല്ലോണം ഈ പൂപ്പലും കാര്യങ്ങളും പിടിക്കും. അപ്പോൾ അത് കറക്റ്റ് ടൈം ക്ലീനാക്കി ഓയിലെല്ലാം തേച്ച് വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് ഇത്ര ഭംഗിയായിട്ട് കാണുന്നത്. അധികം ഞാൻ വീഡിയോസ് എടുക്കലില്ല. കാര്യം ഈ വീഡിയോസ് എടുത്തിട്ട് പണിയെടുക്കുമ്പോൾ കുറേ സമയമാവും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേഗം എന്താ പറയുക വേഗം പണിയെല്ലാം തീരും. പിന്നെ എന്നോട് ചോദിക്കുന്നതാണ് ഫുൾ സ്ലീവ് ഇട്ടിട്ട് തന്നെയാണോ വീട്ടിൽ നിന്ന് നടക്കുക, ഇങ്ങനെ സ്കാർഫെല്ലാം കുത്തിയിട്ട് തന്നെയാണോ വീട്ടിൽ നിന്ന് നടക്കാന്ന്. ഇല്ല കേട്ടോ, സ്കാർഫൊന്നും ഉണ്ടാവില്ല, തലയിൽ തട്ടം പോലും ഉണ്ടാവില്ല. കാര്യം നമ്മളെ വീട്ടിൽ ആരും ഇല്ലല്ലോ, ഹസ്ബൻഡ് മക്കളെല്ലാം ഉണ്ടാവും. തട്ടൊന്നും ഉണ്ടാവും ചെയ്യില്ല. നമ്മൾ ഏതെങ്കിലും സോഫയിലോ എന്താ എവിടെയെങ്കിലും ഉണ്ടാവും, ബെഡിൻ്റെ ഉള്ളിലായിരിക്കും തട്ടുണ്ടാവുക. ആരെങ്കിലും പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ വേഗം തട്ടെടുത്തിട്ട് ഇട്ടിട്ട് അങ്ങനെ നിൽക്കും. പക്ഷേ വീഡിയോയിലാവുമ്പം സ്കാർഫ് കുത്തിയിട്ട് തന്നെയല്ലേ വരാം. പുറത്തുള്ള ആൾക്കാർ എന്താ പറയുക പുറത്തുനിന്ന് എല്ലാവരും കാണുന്ന വീഡിയോസ് അല്ലേ, അതുകൊണ്ടാണ് സ്കാർഫ് ചെയ്തിട്ട് വരുന്നത്. പിന്നെ ഫുൾ സ്ലീവ് എന്ന് പറയുമ്പം അധികം എൻ്റെ മാക്സി എല്ലാം ഫുൾ സ്ലീവ് തന്നെയാണ്, ഡ്രസ്സെല്ലാം ഫുൾ സ്ലീവ് തന്നെയാണ്. എനിക്ക് ഫുൾ സ്ലീവ് ഇടുമ്പോൾ കുറച്ചുകൂടി ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ അധികം ഫുൾ സ്ലീവ് തന്നെയാണ് ഇടുക. പിന്നെ ഹാഫ് സ്ലീവ് മാക്സിയിലുണ്ട്. അങ്ങനെ ഹാഫ് സ്ലീവ് ഐറ്റംസ് എന്തെങ്കിലും ഇടുന്നുണ്ടെങ്കിൽ ഇതുപോലെ ജാക്കറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ ഫുൾ സ്ലീവ് എടുത്തിട്ട് വേഗം ഇടുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വീഡിയോ ചെയ്യാൻ ഡ്രസ്സെല്ലാം ചെയ്തിട്ട് വന്നിട്ട് വീഡിയോ ചെയ്യുന്നതിലും നല്ലതല്ലേ, വേഗം എന്തെങ്കിലും ഫുൾ സ്ലീവ് ഐറ്റംസ് മുകളിലിട്ടിട്ട് വരാം എന്നുള്ളത്. ഹാഫ് സ്ലീവ് മാക്സി ഹാഫ് സ്ലീവ് ഡ്രസ്സെല്ലാം ആകുമ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ഫുൾ സ്ലീവ് ഐറ്റംസ് ഇടും. അങ്ങനെ ആകുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനൊരു മടി ഉണ്ടാവില്ല. വീഡിയോക്കായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്യുക, വീഡിയോക്കായിട്ട് ചെയ്യുമ്പം നമുക്ക് വീഡിയോ എടുക്കാനൊരു മടിയായിരിക്കും. പക്ഷേ നമ്മൾ വീട്ടിന് ഉള്ളിലുള്ള ഡ്രസ്സിൽ തന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതാണ് എനിക്ക് ഈസി ആയിട്ട് തോന്നൽ. അതുകൊണ്ട് അധികം ഞാൻ ഫുൾ സ്ലീവ് ഡ്രസ്സ് തന്നെയാണ് വാങ്ങൽ. എന്താ പറയുക, പണ്ടേ എനിക്ക് ഫുൾ സ്ലീവ് തന്നെയാണ് കേട്ടോ ഇഷ്ടം. പിന്നെ ഫുൾ സ്ലീവ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് എങ്ങനെയാണ് പാത്രം കഴുകാൻ കഴിയുന്നത്, നമുക്കൊന്നും ഒരിക്കലും കഴിയൂല. അതുപോലെ എന്താ പറയുക, വൈറ്റ് ഡ്രസ്സെല്ലാം ഇട്ടിട്ട് കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കറിയാവും. അതിലേ നമ്മളങ്ങനെ ഇട്ട് ശീലിക്കുമ്പം നമുക്കങ്ങനെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊരു പ്രശ്നമായിട്ട് മാറില്ല. എൻ്റെത് എന്താ പറയുക, ഏതോ ഒരു വാഴയില കട്ട് ചെയ്യുന്ന ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ട് അതിന് കറ വന്നിനോ. ഇല്ല കേട്ടാ, അങ്ങനെ കറൊന്നും വരില്ല. കാര്യം നമ്മളത് ചെയ്ത് ശീലമായി. അതുകൊണ്ട് അങ്ങനെ ആദ്യമായിട്ടെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവും.
പിന്നെ പിന്നെ ആകുമ്പം അങ്ങനെ വെള്ളം തെറിക്കുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഇതുവരെ ഉണ്ടാവില്ല കേട്ടോ. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നതല്ല എന്നൊക്കെ നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും. ഈ വായലയിൽ അതിൻ്റെ ഉപ്പെല്ലാം എന്തെങ്കിലും ഉപ്പധികമില്ലേ വെള്ള തുണിയെല്ലാം എടുത്തിട്ടേക്കും വായൻ്റെ ഇല വെട്ടാൻ പോവാ അങ്ങനെ. അന്നേരം അതിനെന്തായാലും അറിയാവും കേട്ടോ. പക്ഷേ ഞാനും മാഷാഅല്ലാഹ് ഇതുവരെ വായല കട്ട് ചെയ്തിട്ട് വയിച്ചിട്ട് കഴിഞ്ഞാലും നമുക്ക് അങ്ങനെ ആയില്ല. അത് നമുക്ക് ശീലമായോണ്ടിരിക്കും അങ്ങനെ. ഉമ്മ പറയുന്നേക്കാം എല്ലാ വെള്ളത്തുണിയിലും വായക്കറിയാമെന്നെല്ലാം പറയുന്നേക്കാം. പക്ഷെ എൻ്റെത് അങ്ങനെ ആലില്ല, എന്തിട്ടാന്ന് എനിക്കറിയില്ല. നമ്മളങ്ങനെ ചെയ്ത് ശീലമായോണ്ടിരിക്കും. എപ്പെങ്കിലും ചെയ്യുന്നതല്ല, അല്ല ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ ശീലമാകുന്നില്ലേ. അതുപോലെ തന്നെ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാൽ അങ്ങനെ സ്ലീവ് നനയുക അങ്ങനത്തെ പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഞാനില്ലേ കുറേ സംസാരിച്ചു. കാര്യമായിട്ട് ഈ കിച്ചൺ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. അപ്പം നിങ്ങൾ ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻസിന് ആൻസർ പറയാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ്. പിന്നില്ലേ ഞാനിതാ ഓരോ ഭാഗങ്ങളും അങ്ങനെ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഐറ്റംസ് എല്ലാം അപ്പുറത്തെ കിച്ചണിലേക്ക് കൊണ്ടുവെക്കലാണ്. എന്നിട്ട് എന്താ പറയുക, ഇപ്പോൾ ട്രെൻഡുകളിൽ നിന്ന് കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്, കുറേ പാത്രങ്ങൾ. അതെല്ലാം ഞാൻ വാങ്ങുന്നില്ല കേട്ടോ. ഈ ഐറ്റംസ് എല്ലാം ഞാൻ വാങ്ങിയത് തന്നെയാണ്. പിന്നെ ഇപ്പം കാണിക്കുന്ന പാത്രങ്ങളെല്ലാം എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രെൻഡുകളിൽ നിന്ന് അങ്ങനെ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അപ്പം ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പിൽ അങ്ങനെ കുറേ പാത്രങ്ങളുണ്ട്. അപ്പം അതെല്ലാം ഒന്ന് ഇവിടെ തുടച്ചിട്ട് അങ്ങനെ വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന പാത്രങ്ങളെല്ലാം അപ്പുറത്തേക്ക് കുക്കിങ് കാര്യങ്ങളും മാറ്റണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് റെസിപ്പിയും കാര്യങ്ങളെല്ലാം ചെയ്യാൻ വേണ്ടിക്ക് കുറച്ച് വെളിച്ചുള്ള ഏരിയ വേണമെന്നെല്ലാം വിചാരിച്ചിട്ടാണ് ആ ഒരു കിച്ചണിൽ ചെയ്തത്. പിന്നെ എന്താ പറയുക, അവിടെ നിന്ന് ഞാൻ ഗ്ലാസും കാര്യങ്ങളും കോട്ടയാടിൽ ചെയ്ത പോലെ ഗ്ലാസും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഞാൻ വീഡിയോ എന്താ പറയുക കിച്ചൺ ടൂർ വീഡിയോ അടുത്ത് തന്നെ ചെയ്യും കേട്ടോ. പിന്നില്ലേ ഷോർട്ട് വീഡിയോയും കാര്യങ്ങളെല്ലാം ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിനി. ഇനിയിപ്പോൾ ഇതാ ഞാനില്ലേ എല്ലാ ഭാഗവും അളന്ന് നോക്കി അങ്ങനെ. ഈ ബട്ടർ പേപ്പർ നല്ല അടിപൊളിയാണ് കേട്ടോ. നമുക്കിങ്ങനെ പൊടി പിടിക്കുക, എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ നമ്മൾ ഈ ഒരു കബോർഡും കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് തന്നെ ഉണ്ടാവുകയും ചെയ്യും. പ്രത്യേകിച്ച് വൈറ്റെല്ലാം ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും വിരിക്കാണ്ട് വെച്ച് കഴിഞ്ഞാൽ കറ പിടിക്കാനെല്ലാം ചാൻസ് ഇല്ലേ. അങ്ങനത്തെ ഒന്നും കുഴപ്പമുണ്ടാവില്ല. ഇങ്ങനെ എന്തെങ്കിലും വിരിച്ചു കൊടുത്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ ആയാലും എന്തായി കഴിഞ്ഞാലും അങ്ങനെ വിരിച്ചിട്ട് വെക്കാം. ഇപ്പം വിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ട്, ആമസോണിലും എല്ലാം ഉണ്ട്. പക്ഷേ ഇല്ലേ ഞാനങ്ങനെ വാങ്ങാൻ നിൽക്കലില്ല. ഞാനിങ്ങനെ ബട്ടർ പേപ്പർ എനിക്ക് കാണാനും വിരിച്ചിട്ട് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ ഒരു കളർ ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ. അപ്പോൾ ഇതാ മൊത്തത്തിൽ അങ്ങനെ വിരിച്ച് പിന്നെ ഓവണും കാര്യങ്ങളും എല്ലാം അങ്ങനെ തുടച്ചെടുക്കലാണ്. പിന്നെ കുറേ പാത്രങ്ങൾ ഞാൻ ഇതിൻ്റെ തട്ടിൻ്റെ മുകളിലായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡീപ്പ് ക്ലീനിങ് തന്നെ ചെയ്യാനുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് ഈ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ പറ്റുമെന്ന് തോന്നില്ല. ഞാൻ ഈ ഒരു ഭാഗം മൊത്തത്തിൽ ക്ലീനാക്കി താൽഭാഗവും ക്ലീനാക്കി പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഫുള്ളായിട്ട് മൊത്തത്തിൽ ക്ലീനാക്കാൻ നല്ല പൊടിയുണ്ട് കേട്ടോ. നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഞാൻ ഇടയിൽ തുണി കഴുകി വീണ്ടും തുടക്കെല്ലാം ചെയ്യുന്നുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ ഒരു 30 മിനിറ്റിൻ്റെ വീഡിയോ ആയിരിക്കും, പക്ഷേ നമ്മളത് ചെയ്ത് വരുമ്പോൾ കുറേ സമയം എടുക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഭാഗവും എല്ലാം അങ്ങനെ ക്ലീൻ ആക്കി എടുക്കലാണ്. നമ്മളില്ലേ എന്തെങ്കിലും നമുക്ക് ടെൻഷനോ കാര്യങ്ങളെല്ലാം വരുമ്പം ഞാൻ പൊതുവില്ലേ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീട് ക്ലീൻ ആണെന്നൊന്നും ചിന്തിക്കലുണ്ട് കേട്ടോ. എന്ത് ടെൻഷനാണെങ്കിലും വീടെല്ലാം മൊത്തം ക്ലീൻ ആക്കി ഒന്ന് കുളിച്ച് ഫ്രഷ് ആയി കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസം കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ആലുണ്ട്. അതുകൊണ്ട് തന്നെ വീട് വൃത്തിക്ക് വെക്കുമ്പം തന്നെ നമുക്ക് പകുതി ആശ്വാസം ഉണ്ടാകും കേട്ടോ. അത് വലിയ വീടാണോന്നൊന്നുമില്ല, കുഞ്ഞു വീടാണെങ്കിലും അത് ഭംഗിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിക്ക് വെച്ച് കഴിഞ്ഞാൽ നല്ല സമാധാനം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ഇല്ലേ കുറേ കുന്നു കൂട്ടിയിട്ട് എന്താ പറയുക, കുറേ കുന്നു കൂട്ടി അത് നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാമെന്ന് പറയുന്നതിനും പകരം ഓരോ ദിവസവും നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെ ചെയ്ത് തീർത്തതിനാൽ ലാസ്റ്റ് അതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മൊത്തത്തിൽ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം ഇല്ലേ ഞാൻ ഓരോ ദിവസവും ഓരോരോ കാര്യങ്ങളാണ് ചെയ്യുക. ഇങ്ങനെ ക്ലീനെല്ലാം ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം ഇഡ്ഡലി മാവും സാമ്പാറെല്ലാം റെഡിയാക്കി വെക്കും. അങ്ങനെ പിറ്റേ ദിവസവും അങ്ങനെ രാവിലെ കുറേ സമയം നമുക്ക് കിട്ടുമല്ലോ. ഫുഡ് ഉണ്ടാക്കുമ്പോൾ അല്ലേ നമുക്ക് ഫുഡിന് പകുതി സമയം പോവുക. അധികം വീട്ടമ്മമാർ പരാതിയാണ് ഫുഡെല്ലാം ഉണ്ടാക്കി കഴിയുമ്പോഴേക്ക് ക്ലീൻ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പം ഫുഡ് നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലല്ലേ നമുക്ക് ക്ലീൻ ചെയ്യാനും സമയം കിട്ടും കേട്ടോ. പിന്നെ എന്നോട് ചോദിക്കലുണ്ട് ചൂടെല്ലാം എടുക്കൂലേ ഇങ്ങനെ ഫുൾ സ്ലീവെല്ലാം ഇട്ടിട്ട് പണിയെടുക്കുമ്പോൾ ഒന്ന്. ഞാൻ വീഡിയോ ചെയ്യാൻ വരുമ്പോൾ എന്തായാലും കിച്ചണിൽ AC ഇടലുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ അങ്ങനെ ചൂടൊന്നും അറിയില്ല. കുക്കിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭൂരിഭാഗം ടൈമും ഇവിടെ തന്നെയായിരിക്കും വീഡിയോയും കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും. അതുകൊണ്ടാണ് പിന്നെ കിച്ചണിൽ AC വെച്ച് കൊടുത്തത്. പിന്നെ നമ്മൾ സാധാ കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ പ്രശ്നമില്ല. പിന്നെ വീഡിയോയും കൂടി ചെയ്ത് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ആകുമ്പോൾ ഇല്ലേ കുറേ സമയം എടുക്കും. അങ്ങനെ
ഞാനില്ലേ അപ്പുറത്തെ കിച്ചണിൽ വെക്കേണ്ട ഐറ്റംസ് എല്ലാം കഴുകിയിട്ട് അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇൻഷാല്ല അവിടെ കൊണ്ടുവയ്ക്കുന്ന വീഡിയോയും കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാം. ഇതിപ്പില്ലേ ട്രെൻഡുകളിൽ നിന്ന് ഞാൻ വാങ്ങിയ ഒരു ഐറ്റമാണേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെനിക്ക് അയച്ചിരുന്നതാണ്. ഞാൻ ഇങ്ങനെ സെലക്ട് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ടാവും, ക്വാളിറ്റി കുറഞ്ഞതും കൂടിയതെല്ലാം ഉണ്ടാവും. അപ്പം ഞാനങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടത്, എനിക്ക് നല്ല ക്വാളിറ്റിയാണെന്ന് തോന്നുന്നത് ഞാനങ്ങനെ സെലക്ട് ചെയ്തിട്ട് ഓർഡർ ചെയ്യും. അങ്ങനെ അവരെനിക്ക് അയച്ചു തരും. എന്നിട്ട് ഞാനത് യൂസ് ചെയ്തിട്ട് നല്ലതാണെന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കായിട്ട് ഷെയർ ആക്കും കേട്ടോ. കാര്യം എൻ്റെ വീഡിയോസ് പണ്ട് മുതലേ കാണുന്ന ആൾക്കാർക്ക് പാത്രങ്ങൾ എവിടെ നിന്നാണ് വാങ്ങുന്നതെന്ന് ചോദിക്കലുണ്ട്. അതെല്ലാം ഞാൻ സ്വന്തമായിട്ട് അങ്ങനെ വാങ്ങുന്നതാണ്. പക്ഷേ ഇപ്പെല്ലാം എൻ്റെ വീഡിയോസ് എനിക്ക് ഒരുപാട് പാത്രങ്ങൾ അങ്ങനെ ഓരോ ബ്രാൻഡ് അയച്ചിരുത്തുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ അതിൽ നിന്നും നല്ല ക്വാളിറ്റിയാണെന്ന് തോന്നുന്ന ഐറ്റംസ് മാത്രമേ ഞാൻ അങ്ങനെ സെലക്ട് ആക്കലുള്ളൂ. എന്നിട്ട് അത് ഞാൻ യൂസ് ചെയ്ത് അതിന് സ്ക്രാച്ചും കാര്യങ്ങളില്ല, കംപ്ലൈൻറ്റ് ഇല്ല, എല്ലാം ഉറപ്പ് വരുത്തിയിട്ടാണ് നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കുക. പിന്നെ ഇതിനെല്ലാം ഇപ്പം ട്രെൻഡുകളിൽ നല്ല വില കുറവാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ ഷിപ്പിങ്ങും ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ ടൈമാണ്. വീട്ടിൽ കൂടുതലെല്ലാം വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ പുതിയ പാത്രങ്ങളെല്ലാം വാങ്ങാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം വാങ്ങിക്കോ. പിന്നെ നിങ്ങൾ ട്രെൻഡുകളിൽ നിന്ന് എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇർഫാനാന്നുള്ള ഓഫർ കോഡ് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലും കൂടുതൽ ഡിസ്കൗണ്ടും കൂടി കിട്ടും കേട്ടോ. ഇതിൽ ഞാനിതാ ഈ ഒരു പാത്രത്തിൽ ഇഫ ചിക്കൻ റെഡിയാക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഐറ്റംസ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ തല കൊടുക്കാം. 2-3 മുട്ട, ഒലീവ് ഓയിൽ, എന്താ പറയുക സ്ലൈസ്ഡ് ചീസ്, എന്താ പറയുക വെളുത്തുള്ളി, പിന്നെ ഫ്രഷ് ക്രീം എല്ലാം കൂടി എടുത്തിട്ട് എന്താ പറയുക മിക്സിയുടെ ജാറിലൊന്ന് അരച്ച് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇത്രയും സ്പൈസസ് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതെന്തെല്ലാമാണെന്ന് ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. എന്നിട്ട് അതിലേക്കില്ലേ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂണോളം തൈരും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ചിയിലും ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചതാണ്. ഞാൻ 2 ചിക്കൻ ലെഗ് പീസെല്ലാം എടുത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക. ഞാനില്ലേ ഇൻസ്റ്റയിലെല്ലാം ഇങ്ങനെ ട്രെൻഡിങ് ആയിട്ട് വൈറലായിട്ട് ഇരിക്കുന്ന റെസിപ്പിയെല്ലാം കാണുമ്പോൾ ഉണ്ടാക്കി നോക്കിയ ഒരു ഐറ്റമാണ്. ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിട്ടുണ്ടായിന്. ഉണ്ടാക്കുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പോൾ ദുബൈയിലെല്ലാം ഭയങ്കര വൈറലായിട്ടുള്ള ഒരു ഐറ്റം. ഞാനിതുവരെ കഴിച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് റെസിപ്പി ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷേ ഇല്ലേ അടിപൊളി. ഇതിൻ്റെ കൂടെ ചപ്പാത്തി നെയ്ച്ചോറ് ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഇതിങ്ങനെ വെറുതെ ഇരിക്കാൻ തന്നെ അടിപൊളിയാണ്. നമുക്കിപ്പം രാത്രിയെല്ലാം എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചിക്കൻ പീസാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെറിയ കുഞ്ഞു പീസായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. എല്ലാം അടിപൊളി തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ആക്കി എടുക്കലാണ്. ബട്ടറിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. 2 ഭാഗവും ഒരുപോലെ കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ ഒരു ക്രീമില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ആ ക്രീമിലേക്ക് 3 മുട്ട, 3 അല്ലി വെളുത്തുള്ളി, 2 ടേബിൾ സ്പൂണ് ഫ്രഷ് ക്രീം, 2 ടേബിൾ സ്പൂണ് ഒലീവ് ഓയിൽ, പിന്നെന്താ ഉപ്പ്, ഇതെല്ലാം കൂടി സ്ലൈസ് ചീസും 2 എല്ലാം കൂടിയിട്ട് അരച്ചെടുക്കുക കേട്ടോ. കുറച്ച് തിക്കായിട്ട് തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ചിക്കനിലേക്ക് എന്താ പറയുക ചെറിയ ജീരകം പൊടിച്ചത്, വലിയ ജീരകം പൊടിച്ചത്, ക്യുമിൻ സീഡ്, ഫെനൽ സീഡ്, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല പൗഡർ, പിന്നെ ഉപ്പും, പിന്നെ കുറച്ച് തൈര്, അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇതെല്ലാം ഒന്ന് കേട്ടോ. ഞാൻ ഇൻഗ്രീഡിയൻസ് കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. എന്നിട്ട് ബട്ടറിൽ ഇതുപോലെ ചിക്കനും ഫ്രൈ ആക്കി എടുക്കുക. ബട്ടറിൽ തന്നെ ഫ്രൈ ആക്കണമെന്നില്ല, വെളിച്ചെണ്ണയാലും കുഴപ്പമില്ല. പക്ഷേ ബട്ടറിൽ ഫ്രൈ ആക്കി എടുക്കുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. എന്നിട്ട് ഇതുപോലെ നല്ലോണം 2 ഭാഗവും നല്ലോണം ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് എന്താ പറയുക അതിന് മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ആ ഒരു ക്രീമില്ലേ അത് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഇഫ ചിക്കൻ റെഡിയാവും കേട്ടോ. എന്തൊരു ടേസ്റ്റാണെന്നറിയോ. നിങ്ങൾ എന്തായാലും ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക. പിന്നെ മാഷാ അല്ലാ നമ്മൾ ആ ഒരു ഗുലാബ് ജാമുൻ്റെ റെസിപ്പി ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിനി. മാഷാ അല്ലാ എന്താ പറയുക അത്രയും സന്തോഷത്തോടെല്ലാം മെസ്സേജ് അയച്ചവരുണ്ട് കേട്ടോ. നിങ്ങളെ സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. അതുപോലെ നിങ്ങൾ ഈ ഒരു റെസിപ്പിയും ഇത് നിങ്ങളെല്ലാവരും കണ്ട റെസിപ്പി തന്നെ ആയിരിക്കും, ഇപ്പം വൈറലായിക്കൊണ്ടിരിക്കുന്ന റെസിപ്പിയല്ലേ. പക്ഷേ ഉണ്ടാക്കിയിട്ട് ഇതുവരെ നോക്കാത്തവരെന്തായാലും ഉണ്ടാക്കിക്കോ. ഇന്ന് രാത്രിയിൽ എന്താ ഉണ്ടാക്കാമെന്ന് ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കിക്കോ. അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി റെസിപ്പി വേണമെന്നുള്ളവർ ഇർഫാന ഷംഷീർ ഇഡ്ഡലി റെസിപ്പി നല്ല ടൈപ്പ് ചെയ്തതിനാൽ കിട്ടും കേട്ടോ. പിന്നെ ഇത്ര ലൂസായിട്ടല്ല അരച്ചെടുക്കണ്ടേ, കുറച്ച് തിക്കായിട്ട് അരച്ചെടുക്കണം കേട്ടോ. ഞാൻ കുറച്ച് ലൂസായി പോയിട്ടുണ്ടായിനി. ഇത്രയും ലൂസ് വേണ്ട, കുറച്ച് തിക്കായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിക്ക്. എൻ്റെ ഫ്രഷ് ക്രീം കുറച്ച് വെള്ളം കൂടുതലായി പോയിട്ടുണ്ടായിനി. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ നമ്മുടെ ഇഫ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ വെറുതെ ഇരിക്കാനും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക. എന്താ പറയുക ചീസെല്ലാം ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരെല്ലാം ഉണ്ടാവില്ലേ,
ഇഷ്ടപ്പെടാത്തവർക്ക് കഴിക്കാനാലും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്ക്. പിന്നെ ഈ ഒരു ക്രീം കുറച്ച് അധികം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേവിക്ക് പകരം ഇത് തന്നെ മതിയാവും. നമ്മൾ ചപ്പാത്തിക്കെല്ലാം ഉണ്ടാക്കൂലേ, ചപ്പാത്തിക്കെല്ലാം കഴിക്കാനാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ചപ്പാത്തിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല, ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. പിന്നെന്താ, അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഒലീവ്സും പിന്നെയും എല്ലാം ചേർത്തിട്ടാണ് കഴിക്കുന്നത്. ഇതിങ്ങനെ തന്നെ വെറുതെ കഴിക്കാം, അടിപൊളിയാണ്. അപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിലേക്ക് ഷൂട്ട് ചെയ്തതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാ പേജ് ഇതുവരെ ഫോളോ ആക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ഫോളോ ആക്കുക. അതിൽ ഒരുപാട് വീഡിയോസ് ഞാൻ ഷെയർ ആക്കുന്നുണ്ട്. പിന്നെ ചില സമയമെല്ലാം ഞാൻ ഗിവ് അവേയും കാര്യങ്ങളും വെക്കലുണ്ട്. ഇപ്പം എന്തായാലും ഗിവ് അവേ വെക്കാൻ, നമ്മൾ ഗിവ് അവേ വെക്കുമ്പോൾ കറക്റ്റ് ലിങ്കും കാര്യങ്ങളെല്ലാം കറക്റ്റ് ഡേ കൊടുക്കണം. അതുകൊണ്ടാണ് ഇപ്പം ഗിവ് അവേ വെക്കാത്ത. കാര്യം എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടാണ്. ചിലപ്പോൾ ഗിവ് അവേ വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് ഞാൻ ഗിവ് അവേ വെച്ചിട്ടില്ലേ, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. 2-3 ദിവസം എങ്ങാനും ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിന്. പിന്നെ 10 ദിവസത്തെ ഗിവ് അവേ ആണ് ചെയ്തിട്ടുണ്ടായിന്. ബാക്കിയുള്ള ദിവസം ലിങ്കൊന്നും കൊടുത്തിട്ടില്ല, കാര്യം എന്തെല്ലോ തിരക്കായി പോയി. ഗിവ് അവേ എല്ലാം വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. ഇങ്ങനെ തിരക്കെല്ലാം ആകുമ്പോൾ നമുക്ക് കഴിയൂല. അങ്ങനെ ഇനിയിപ്പോൾ ഇൻഷാ അല്ലാ നല്ല നല്ല വീഡിയോസും കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ വരും. പിന്നെ അന്നത്തെ ദിവസം രാത്രി, ഇത് വേറൊരു ദിവസം രാത്രി എടുത്തതാണ്. പിന്നെ അന്നത്തെ ദിവസം രാത്രിയില്ല, ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ രാത്രി ഞാൻ പുതിയ കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിന്. ആ ഒരു വീഡിയോ ഇൻഷാ അല്ലാ നാളെയും മറ്റന്നാളെയും ആയിട്ട്. ഇതിലെ ചിക്കൻ എനിക്ക് പൊട്ടിക്കാൻ കഴിയുന്നില്ല, നല്ല ചൂടുണ്ട്. ഞാൻ ചൂടോടെയാണ് അങ്ങനെ സെർവ് ചെയ്തത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി. ചില സമയങ്ങളില്ലേ അന്നേരം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അന്നേരം തന്നെ എഡിറ്റ് ചെയ്യലാന്നേ. ഇങ്ങനെ ഇൻസ്റ്റയിലെല്ലാം ആകുമ്പോൾ വേഗം ചെറിയ വീഡിയോസ് അല്ലേ, അതുകൊണ്ട് വേഗം നമുക്ക് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാൻ പറ്റും. യൂട്യൂബിലേക്കാകുമ്പോൾ നമ്മളിങ്ങനെ വലിയ വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്യുമ്പോൾ ഭയങ്കര പണിയായിരിക്കും. അപ്പോൾ ഇതാ ഞാനതങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് എഡിറ്റിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടായിന്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു ദിവസത്തേതാണ്. പിന്നെ അന്നത്തെ ദിവസം ഞാൻ പുതിയ കിച്ചണും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് പിന്നെ ഇൻസ്റ്റയിലേക്ക് ഒരു വീഡിയോയും കാര്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്തിട്ടുണ്ടായിന്. വീഡിയോ കണ്ടിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി ഉമ്മാൻ്റെ വീട്ടിലെ കിച്ചണാണോ ഇർഫാനാൻ്റെ കിച്ചണാണോ എന്നെല്ലാം. ഇത് എൻ്റെ വീട്ടിലെ കിച്ചണാണ് കേട്ടോ. അതുപോലെ തന്നെ ഇൻഷാ അല്ലാ കിച്ചൺ ടൂർ വീഡിയോ എല്ലാം ഞാൻ ചെയ്യുക. അന്നത്തെ ദിവസം മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ടായിന്. ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം വീഡിയോ ഇൻഷാ അല്ലാ നാളെയോ മറ്റന്നാളായിട്ട് ചെയ്യുക. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വീഡിയോ ഷെയർ ആക്കാം. പിന്നെന്താ, വീഡിയോക്ക് വേണ്ടി ഒരുപാട് പേര് വെയിറ്റിംഗ് ആണെന്നറിയാം. കാരണം കൊണ്ട് എന്താ പറയുക, താമസിപ്പിക്കുന്നതല്ല, എന്തെല്ലോ തിരക്കിലായതുകൊണ്ടാണ്. പിന്നെ ഈ പാത്രങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് സ്റ്റോറിയിൽ, എൻ്റെ ഇൻസ്റ്റാ സ്റ്റോറി ചെക്ക് ചെയ്താൽ മതി കേട്ടോ. അടിപൊളി പാത്രങ്ങളാണ്. എൻ്റെ തന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഡ്രസ്സായാലും കുക്ക്വെയർ സെറ്റായാലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്, ഞാൻ യൂസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക്. അപ്പം നല്ല ക്വാളിറ്റിയിൽ നിന്ന് കണ്ടത് മാത്രമേ ഞാൻ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കാണിക്കുന്നുള്ളൂ. അപ്പം ഇതെല്ലാം നമ്മളെ ജോലിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ പാത്രങ്ങൾ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നതല്ല കേട്ടോ. പിന്നെന്താ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിലേ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ എൻ്റെ അറേബ്യൻ കിച്ചൺ വീഡിയോ എന്തായാലും അടുത്ത് തന്നെ ഉണ്ടാവും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും, ബൈ.